സുഹൈൽ മുഹമ്മദ് ഡെസ്കിൽ തുടരുന്നു. സുഹൈൽ, അല്പസമയത്തിനും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചേക്കും, അമേരിക്ക അഭിസംബോധന ചെയ്തേക്കുമെന്ന് കേൾക്കുന്നു. ഒരു വലിയ പ്രഖ്യാപനം നടത്താനാണെന്നും കേൾക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഖമനയുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്നറിയില്ല. അതോ യുദ്ധം എത്ര നാൾ നീളുമെന്നും ഏത് രീതിയിൽ കൊണ്ടുപോകാനാണ് പ്ലാൻ എന്ന കാര്യം പറയാനാണോ എന്നറിയില്ല. അങ്ങനെ എപ്പോഴാണ് ട്രംപ് ഇനി മാധ്യമങ്ങളെ കാണുക സുഹൈൽ? ഹാഷ്മി, ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ട്രംപ് ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. ഇതിൽ സ്വാഭാവികമായും വിശദീകരിക്കുക ഇറാൻ മേലുള്ള ആക്രമണത്തെക്കുറിച്ചായിരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്നത് നേരത്തെ ഇപ്പോൾ ഇറാൻ മീഡിയ അടക്കം ഇസ്രായേൽ മീഡിയ അടക്കം പുറത്തുവിട്ട ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളുണ്ട്. കമ്പനിയുടെ കൊട്ടാരത്തും ആക്രമിച്ചു, അല്ലെങ്കിൽ കൊട്ടാരം നശിപ്പിക്കുന്ന രീതിയിൽ പ്രിസൈസ് ഒരു അറ്റാക്ക് അവിടെ നടത്തിയെന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടൊരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ എത്രത്തോളം വെരിഫൈഡ് ആണ് ഈ വിവരം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതായത് ഇറാൻ അധികൃതർ ഇതുവരെ കമ്പനിയുടെ ആരോഗ്യനില സംബന്ധിച്ച്, കമ്പനിയുടെ നിലവിലെ സ്ഥിതിയെ സംബന്ധിച്ചൊന്നും വിവരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിർണായകമായ ഡിക്ലറേഷൻ ആയിരിക്കുമോ, എന്തെങ്കിലും അറിയിപ്പായിരിക്കുമോ ട്രംപ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു കോൾ എടുക്കാൻ പറ്റില്ല. എന്തായാലും നിർണായകമായിരിക്കും ട്രംപിന്റെ വരാനിരിക്കുന്ന മണിക്കൂറുകളിലെ ഈ പറയുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത പ്രസംഗം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായും ട്രംപിന് അവരുടെ ജനതയെ ബോധിപ്പിക്കുന്ന എന്തുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. ഇറാൻ അതേപടി നിലനിന്നാൽ അമേരിക്ക എത്രത്തോളം തെറ്റാണ്, എത്രത്തോളം അതൊരു ബുദ്ധിമുട്ടായിരിക്കും നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും സ്വാഭാവികമായി ജനതയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അത് എത്രത്തോളം അമേരിക്ക അലട്ടുന്ന കാര്യത്തിലടക്കം ജനങ്ങളോട് വിശദീകരണം നേടേണ്ടി വരും. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് ട്രംപുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ പത്രസമ്മേളനം അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം തന്നെയായിരിക്കും. ട്രംപ് അതിൽ എന്ത് പറയുമെന്നുള്ള കാര്യം തന്നെയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. അത് യുദ്ധം തുടരുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമനയി സർക്കാർ വീഴും വരെ, കമനയി കീഴടങ്ങും വരെ യുദ്ധം തുടങ്ങുമോ എന്നുള്ളതാണോ, അതോ കമനയി ഇല്ലാതായി എന്നുള്ളതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വന്നിട്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കമനയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചോ, കമന ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്തായാലും കമനയുടെ യഥാർത്ഥ സ്പോട്ടും ഈ പറയുന്ന ലൈവ് ലൊക്കേഷനും എന്തായാലും ഇറാൻ പുറത്തുവിടാൻ പോകുന്നില്ല. പക്ഷേ കമനയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ തള്ളിയോ കൊള്ളിയോ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ആ കാര്യത്തിലടക്കം ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ ഒരു സ്ഥിരീകരണം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോഴും ഈ വൈകുന്ന മണിക്കൂർ നമ്മൾ സംസാരിക്കുന്ന മണിക്കൂറുകളിലും ഈ റിറ്റാലിയേഷനും അറ്റാക്കുകളും കൗണ്ടർ അറ്റാക്കുകളുമായി ഈ പറയുന്ന മേഖല അങ്ങേയറ്റം അശാന്തമാണ്. അവിടെ ഇപ്പോഴും ഈ പറയുന്ന ആക്രമണങ്ങൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായും വരുന്നത് കാഷ്വാലിറ്റി സംബന്ധിച്ച വാർത്തമാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ സ്കൂളിലെ ആക്രമണത്തിൽ 24 കുട്ടികൾ മരിച്ചു എന്ന വാർത്ത വരുന്നു. അതായത് പ്രിസൈസായി ഈ പറയുന്ന സുപ്രീം ലീഡേഴ്സിന്റെ വീടുകളടക്കം കേന്ദ്രീകരിച്ച്, കൊട്ടാരമടക്കം കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തി അതേ ഘട്ടത്തിൽ ജനവാസ മേഖല ഒരു മാസീവായ ഡിസ്ട്രക്ഷൻ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തിയത് നമ്മൾ മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വാഭാവികം ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കുട്ടികളുടെ അടക്കം ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇസ്രായേലിൽ നിന്ന് വരും. ആ വിശദീകരണം നമ്മൾ കരുതുന്ന പോലെ തന്നെ അവിടെ സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം ലീഡേഴ്സ് ഒളിച്ചിരിക്കുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും വരാൻ മണിക്കൂർ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുക്കം വരുന്ന വാർത്ത അങ്ങേറ്റം സങ്കടപ്പെടുന്നതാണ്. 24 കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. വരുന്ന മണിക്കൂറുകൾ മാത്രമാണ് ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണം ഇറാൻ എത്രത്തോളം വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് എത്രത്തോളം ജീവൻ പൊലിച്ചടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരാൻ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതേസമയം ഇസ്രായേലിന്റെ നോർത്ത് ഇസ്രായേൽ മേഖലകളിലാണ് ഇറാന്റെ പ്രധാനമായ ആക്രമണങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ഈ പറഞ്ഞ ഇസ്രായേലും എത്രത്തോളം കാഷ്വാലിറ്റി ഉണ്ടായി നടക്കുന്ന കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നിൽക്കുന്നത് അങ്ങേയറ്റം ദൂരത്താണ്, ഒരുപാട് ദൂരത്താണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴും ഈ പറയുന്ന ഫോർ ഫ്രണ്ട് വെപ്പണായി ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം തന്നെ, പല രീതിയിൽ പല ആംഗിളുകൾ പല ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ വലിയ ശേഖരം തന്നെയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ തുനിഞ്ഞിറങ്ങിയാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്ത് നിന്ന് ആക്രമിക്കും. അതേസമയം ഇതിലൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാത്തിടത്തോളം കാലം ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ആ ഇറാനെയും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം ഇറാന്റെ കയ്യിലും ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആയുധശേഷിയിൽ നിന്നും അത്രത്തോളം പിന്നോട്ടുള്ള രാജ്യമല്ല ഇറാൻ. ഈ പറയുന്ന ആത്യന്തികമായി ഏറ്റവും എക്സ്ട്രീമായി ന്യൂക്ലിയർ വെപ്പൺസ് അടക്കമുള്ള ഫുൾ ഫ്ലെഡ്ജ് ആയ വെപ്പണറീസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഈ പറയുന്ന ഇറാൻ. അതുകൊണ്ട് തന്നെ ഒരു വലിയ അറ്റാക്കിലേക്ക് കാര്യങ്ങൾ കടക്കുമോ, അങ്ങനെ കടന്നു കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ, എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ എന്ന രീതിയിൽ എത്രയും വേഗത്തിൽ ഈ പ്രശ്നം തീർക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. കാരണം 2025 സമാനമായ ആക്രമണം വന്നപ്പോൾ 24-ാം തീയതി 12 ദിവസത്തെ ഈ പറയുന്ന യുദ്ധത്തിന് ശേഷം ഏകദേശം 12 ദിവസങ്ങൾക്ക് ശേഷം 2025 ജൂൺ 23 ആകുമ്പോഴേക്കും സമാധാന അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഈ പറയുന്ന മധ്യപൂർവേഷ്യകളിലെ അമേരിക്കൻ ബേസുകൾ ആക്രമിച്ചതാണ്. പക്ഷേ ഇത്തവണ അത്രത്തോളം സമയം എടുത്തില്ല. ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്ക് തന്നെ റീറ്റാലിയേഷൻ നിലയിൽ ഇറാൻ ആദ്യം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പൂർവ്വ മധ്യേഷ്യ രാജ്യങ്ങളാണ്. അന്ന് വെറും അൽ ഉബൈദ് വ്യോമത്താവളം മാത്രമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇന്ന് ഒരുപാട് വ്യോമത്താവളങ്ങൾ, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളെ വ്യോമത്താവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടൊരു മാസീവായ ഒരു അറ്റാക്ക് പ്ലാനാണ്. സുഹേൽ, കാര്യം കൃത്യമായി തന്നെ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആയത്തുള്ള അലി ഖമനെ ഇത് പറഞ്ഞതാണ്. US തങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലാകെ യുദ്ധമാകും എന്നതായിരുന്നു അലി ഖമനെ മുന്നോട്ടേക്ക് വെച്ച ഒരു മുന്നറിയിപ്പ്. കൃത്യമായ ആ മുന്നറിയിപ്പ് പോലെ തന്നെ അമേരിക്ക, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, മേഖലയിലാകെ യുദ്ധം
എന്ന നേരത്തെയുള്ള മുന്നറിയിപ്പ് പോലെ അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. കാര്യം ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ എയർബേസുകളുണ്ട്. എയർബേസുകളുള്ള രാജ്യങ്ങളിലേക്ക് ആക്രമണം രൂക്ഷമാകുമ്പോൾ ഈ രാജ്യങ്ങൾ അമേരിക്ക മേൽ സമ്മർദ്ദം ചെലുത്തും. അത്തരത്തിൽ ആക്രമണം ലഘൂകരിക്കാൻ കഴിയുമെന്ന ഒരു പ്ലാൻ ആവണം. നേരത്തെയും ആ പ്ലാൻ ഒരുപക്ഷെ വിജയകരമായി തന്നെ ഇറാൻ വർക്കൗട്ട് ചെയ്തതാണ്. നമ്മൾ നേരത്തെ അത് കണ്ടതുമാണ്. പക്ഷേ ഇക്കുറി കുറച്ച് കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. ഏത് തരത്തിലാണ് പ്രശ്നപരിഹാരമെന്ന് ഇപ്പോഴും ആർക്കും ഏതെങ്കിലും തരത്തിൽ ഐഡിയ ഇല്ല. ഒരേ ഒരു രാഷ്ട്രം റഷ്യ മാത്രമാണ് ആക്രമണം നിർത്തണം എന്ന ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ബാക്കി ഇന്തോനേഷ്യ പോലുള്ള നോർവേ പോലുള്ള ചെറിയ രാജ്യങ്ങളും അതിന് രംഗത്ത് വരുന്നു. നോക്കാം ഏതുവരെ പോകുമെന്നുള്ളതാണ്. പക്ഷേ ഖത്തറിൽ ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്ന ഖത്തറിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും സ്ഫോടനം നടക്കുന്നു എന്ന് പറയുകയാണ്. 2-3 മണിക്കൂറായി ആ സ്ഫോടനങ്ങൾ ഖത്തറിലും അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിലും തുടരുന്നുണ്ട്. അതാണ് നമ്മുടെ ആത്യന്തികമായ ആശങ്ക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.